കേരളം വിധി എഴുതാൻ വേണ്ടി പോവുകയാണ്. മലയാളിയുടെ പ്രബുദ്ധത അളക്കാൻ വേണ്ടി പോകുന്ന ഒരു വിധി കൂടിയാണ് ഇത്. നമുക്കുള്ള പ്രതിപക്ഷ നേതാവ്, ഐക്യ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന നേതാവ് സ്വയം വിമർശനം നടത്തുന്ന ഒരാളാണ്. സ്വയം കുറ്റബോധമുണ്ട് എന്ന് സമ്മതിക്കുന്ന ഒരാളാണ്. വിഷമം പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. നേരെ മറിച്ച് അപ്പുറത്തിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലതൊട്ടപ്പനായിട്ടുള്ള നേതാവിന് സ്വയം വിമർശനം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താകും, വല്ലാത്ത രീതിയിൽ അസഹിഷ്ണുതയാക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് അദ്ദേഹം തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിലാരെ ജനങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു റിലേഷൻഷിപ്പിൽ, അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണെങ്കിലും ഒരു അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന ഒരാളുമായി ഒരു ബന്ധം നമുക്ക് പുലർത്താൻ പറ്റില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളെയും സംശയത്തോടെ ദൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു ഇറിറ്റേറ്റിംഗ് മോഡിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുക, ഇതെല്ലാം ചെയ്യും. പിണറായി വിജയൻ്റെ എന്തെല്ലാം കഴിവുണ്ട് എന്ന് പറഞ്ഞാലും പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ അയോഗ്യത ഈ അസഹിഷ്ണുതയാണ്. കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നില്ല. ഞങ്ങൾ രാഷ്ട്രീയ അതിപ്രസരം മൂത്ത് ഡെയിലി ഞങ്ങൾ നടത്തുന്ന ഡിബേറ്റിൽ നിങ്ങൾക്കൊരു താല്പര്യമില്ല. അത് നിങ്ങളുടെ കുഴപ്പമല്ല, ഞങ്ങളുടെ കുഴപ്പമാണ്. ഞാനത് എഗ്രി ചെയ്യുന്നു. എനിക്കതിനകത്ത് വലിയ വിഷമവും കുറ്റബോധവും ഉള്ള ഒരാളാണ്. നിങ്ങൾ ചെയ്യുന്ന ചരിത്രത്തിൽ ഞാനൊന്ന് സ്വയംവിമർശനം നടത്താനാണ്. നിങ്ങൾ ഇത്തരം ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ ഞാനാണ് സ്വയംവിമർശനം നടത്തുന്നത്, നിങ്ങളല്ലേ സ്വയംവിമർശനം നടത്തുന്നത്? രണ്ടുപേരുടെ പത്രസമ്മേളനം നടത്തുന്ന വി.ഡി. സതീശൻ ഒരു അഭിപ്രായം ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്നു. അപ്പോൾ വി.ഡി. സതീശൻ പറയുന്ന കാര്യങ്ങളിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, തങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റാത്തൊരു കുറ്റം, അത് കുട്ടികളോടാണ് പറയുന്നത്. നിങ്ങളുമായിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് സംവദിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ചെവി കൊടുക്കുന്നില്ല, അല്ല കാത് കൂർപ്പിക്കുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ കൂട്ടുകാരുടെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരം പറയേണ്ടത് വി.ഡി. സതീശൻ സ്വയം സമ്മതിക്കുന്നു. കുട്ടികൾ സതീശൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, കുട്ടികൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ, അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ പരാതി, കുഴപ്പം ആരുടെയാണ്? അത് ആ പ്രസംഗം നടത്തിയ, അത് അവതരിപ്പിച്ച സതീശൻ്റെ തന്നെയാണ്, എൻ്റെ തന്നെയാണെന്ന് സ്വയം സമ്മതിക്കുക. പിണറായി വിജയനാണ് അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ തന്നെ കിടക്കു പുറത്ത് അവരെ മാറ്റിവിടാൻ നോക്കുക. ഈ രണ്ട് അപ്രോച്ചും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യസ്നേഹിയുടെ അപ്രോച്ചാണ്, തന്നെ പോലുള്ളവരാണ് മറ്റുള്ളവരെന്ന്. മറ്റേത് ഏകാധിപതിയുടെ അപ്രോച്ചാണ്, ഒരു ഇൻഫാലിബിലിറ്റി കോംപ്ലക്സ്. എന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റ് പറ്റില്ല എന്ന ആ അപ്രമാദിത്വ ബോധത്തിലാണ് പിണറായി വിജയൻ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുക. അതിൻ്റെ മണ്ടത്തരങ്ങൾ, ഒത്തിരി മണ്ടത്തരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ട്. ആ മണ്ടത്തരങ്ങൾ കാണിക്കുന്നതെല്ലാം ശരിയാണെന്നാണ് ആ സമയങ്ങളിലെല്ലാം ആര് വിശ്വസിക്കുന്നത്? പിന്നെ രണ്ടാമത്, തിരുത്താൻ ഏറ്റവും കൂടുതൽ സമയമെടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവിൽ അവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്, അവർ എടുത്ത തീരുമാനത്തിൻ്റെ ഒരു തെറ്റ് കണ്ടുപിടിച്ച് തിരുത്താൻ അവർ എത്ര വർഷം വരെ പോകും? 10, 30, 40 വർഷം കഴിഞ്ഞാൽ തിരുത്തുന്നത്. പക്ഷേ കോൺഗ്രസ്സിൽ അപ്പം ഇമ്മീഡിയറ്റ് വിമർശനമാണ്. സതീശനൊരു കാര്യം പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ വയനാട്ടിലോ കാസർഗോഡോ കിടക്കുമ്പോൾ അയാൾ ഉടനെ പറയും സതീശൻ തെറ്റിപ്പോയി. നോക്കൂ, ഇത് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ കാണിച്ച ആ വീഡിയോയിൽ വി.ഡി. സതീശൻ പറയുന്നത് രാഷ്ട്രീയ അതിപ്രസരം മൂലം ഞങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ നടത്തുന്ന ചർച്ചകൾ കാണാൻ യുവജനങ്ങൾക്ക് താല്പര്യമില്ല. ആ താല്പര്യമില്ലായ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്, നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കുഴപ്പമാണ് എന്ന് അദ്ദേഹം സ്വയം സമ്മതിക്കുകയാണ്. നമുക്കറിയാലോ, അദ്ദേഹത്തിന്റെ നിരവധിയായിട്ടുള്ള ഇന്റർവ്യൂകൾ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ അദ്ദേഹം വളരെയധികം കൺസേൺ പ്രകടിപ്പിച്ചത്, അതായത് കോൺഗ്രസ് നേതാക്കളൊക്കെ, ഇപ്പൊ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, അങ്ങനെ പല ആൾക്കാരും എന്തുകൊണ്ട് യുവാക്കൾ കേരളം വിട്ട് അന്യ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു, കേരളത്തിൽ താമസിക്കാൻ ആർക്കും എന്തുകൊണ്ട് താല്പര്യമില്ല. അപ്പൊ ഇതിലൂടെയൊക്കെ ഇവർ പറഞ്ഞത് ഈ തൊലിഞ്ഞ രാഷ്ട്രീയം മാത്രം കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതായത് രാഷ്ട്രീയത്തിന്റെ പേരിൽ, രാഷ്ട്രീയം നല്ലതാണ്, പക്ഷെ രാഷ്ട്രീയത്തിന്റെ പേരിൽ നടക്കുന്ന ഹെയ്റ്റ്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ ഏത് രീതിയിലാണ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, അത്തരത്തിലുള്ള ഹീന രാഷ്ട്രീയം ഉണ്ടല്ലോ, പിണറായി വിജയൻ തന്നെ പറഞ്ഞ ഹീന രാഷ്ട്രീയം, ആ ഹീന രാഷ്ട്രീയമാണ് കേരളത്തിൽ മൊത്തത്തിൽ നടമാടുന്നത്. അതുകൊണ്ട് ആർക്കും കേരളത്തിനോട്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് കേരളത്തിനോട് യാതൊരു താല്പര്യമില്ല എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. അപ്പൊ ഇത്തരത്തില് സ്വയം വിമർശനം നടത്താനും സ്വയം മാറാനും തയ്യാറുള്ള നേതാക്കൾ തന്നെയാണ് ആരെ ഭരിക്കേണ്ടത്, കേരളത്തിനെ ഭരിക്കേണ്ടത്. അല്ലാതെ ഫാസിസ്റ്റുകളല്ല എന്ന് കേരളം വിധി എഴുതുമോ, കേരളം മലയാളി പ്രബുദ്ധരാണ് എന്ന് ബോധ്യപ്പെടുത്തുമോ എന്നാണ് നമുക്ക് അറിയേണ്ട
മെയ് 4 അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം. അങ്ങനെ സംഭവിക്കുമോ? അതിൽ എനിക്ക് വിശ്വാസമില്ല. സംഭവിച്ചിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനത നമ്മളെ മന്ദബുദ്ധി എന്നുള്ള സ്റ്റാൻഡേർഡ് പോലും അത് ഇതായി പോകും, അതിനേക്കാൾ താഴോട്ട് പോകും. സതീശൻ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ടല്ല, ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ വിഷയങ്ങളെക്കുറിച്ചല്ല ഇവിടെ ചർച്ച. ആ ചർച്ചകളിൽ നിന്ന് വഴിമാറ്റിക്കൊണ്ടുപോവാണ്. അതിലും രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല മാധ്യമങ്ങൾക്കും മോശമല്ലാത്ത പങ്കെടുക്കത്തുണ്ട്. ക്രിയേറ്റിംഗ് ഇഷ്യൂസ് ഔട്ട് ഓഫ് നോൺ ഇഷ്യൂസ്. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് സ്വന്തം താല്പര്യത്തിൽ നിസ്സാര കാര്യങ്ങളുമായിട്ട് ഇങ്ങ് വരികയാണ്. അതിൻ്റെ പുറകെ ആര് പോകും? ഞാനും നിങ്ങളും പോകും. വീണാ ജോർജിനെ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളത് കേരളത്തെ ജനങ്ങളെ ബാധിക്കുന്ന സംഭവമൊന്നുമല്ല, ആണോ? യഥാർത്ഥത്തിൽ ഒരു മുദ്രാവാക്യം വിളിക്കുക, തള്ളി അവരെ പടലി പിടിച്ച് പിടിക്കാൻ ശ്രമിക്കുക, അത് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ മറിച്ച് ഏതാനും ദിവസത്തേക്ക് അത് കേരളത്തെ ബാധിക്കുന്ന വലിയ പ്രശ്നമായിട്ട് ചിത്രീകരിച്ചു, അറിഞ്ഞുകൊണ്ട് ചിത്രീകരിച്ചു. അറിയാതെയാണ് കുഴപ്പമില്ല, പോട്ടെ. ഇത് അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കലാപം അതിൽ നിന്ന് കൊയ്യാൻ പറ്റുന്ന ലാഭം, സംഘർഷം അതിൽ നിന്ന് കൊയ്യാൻ പറ്റുന്ന ലാഭം. അത്തരം ഒരു പൊളിറ്റിക്സ് ഫോളോ ചെയ്യുമ്പം അവിടെ ഐഡിയോളജിക്കൽ ഡിസ്കഷൻ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. സാധാരണ ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രത്യയശാസ്ത്രപരമായ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും ഓരോരോ പുതിയ ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. അത് ഹൈലൈറ്റ് ചെയ്യണം പത്രങ്ങൾ. മറിച്ച് ചെയ്യുന്നുണ്ടോ? ചെയ്യാത്ത എത്ര സംഭവങ്ങളുണ്ട്? ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ? ഇപ്പോൾ പിണറായി വിജയനോട് സതീശനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പകുതിയെങ്കിലും പിണറായി വിജയനോട് ചോദിക്കുമോ? എന്താ ചോദിക്കാത്തത്? അവിടെയാണ് രണ്ട് പേഴ്സണാലിറ്റി തമ്മിലുള്ള വ്യത്യാസം. സതീശനോട് ചോദിക്കുന്ന ഇപ്പം ചോദ്യങ്ങൾ എന്തുകൊണ്ട് അതേ അത്ര സ്ട്രോങ് ആയിട്ട് പിണറായിയോട് ചോദിക്കാത്തത്? കാരണം അവിടെയാണ് താങ്കൾ ആദ്യം പറഞ്ഞ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ വിമർശനം കേൾക്കാൻ ഉള്ള സഹിഷ്ണുതയുള്ള മനസ്സിൻ്റെ ഉടമയല്ല, മറിച്ച് അങ്ങനെ വിമർശിക്കുന്നവരെ തല്ലി ഒതുക്കുന്നതിന് വരെ മടിയില്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമയാണ് പിണറായി വിജയൻ. അതാണ് മറ്റു തകരാറ്. അല്ല, അത് ജി സുധാകരനും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞത്. അങ്ങനെയുള്ള വിമർശനങ്ങൾ കേൾക്കാൻ സഹിഷ്ണുത പ്രകടിപ്പിക്കാത്ത ഭരണാധികാരികൾ ഉണ്ടാവുകയും അത്തരം ഭരണാധികാരികളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട് കുറേയധികം ജനത രൂപപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ജനത എന്ന് പറയുന്നത് അടിമത്വത്തിൻ്റെ ഭാഗമായിട്ട് വെറും കേവലം അടിമകളായിട്ട് മാറിത്തീരും. TP ചന്ദ്രശേഖരന്മാർ ഈ നാട്ടിൽ രൂപപ്പെടും. കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആളുകൾ രൂപപ്പെടും. അത്തരം ആളുകളെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. കുഞ്ഞികൃഷ്ണനെ ആക്രമിക്കുന്നത് ജി സുധാകരനെ ഇപ്പം വ്യാപകമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ട അപകടം തോന്നുന്നു. യഥാർത്ഥത്തിലുള്ള അപകടം ഇതാണ്. ഒരു ഏകാധിപതിയുടെ, അത് മതപരമായ ഏകാധിപതിയായാലും രാഷ്ട്രീയമായിട്ട് ഏകാധിപതിയായാലും പട്ടാളത്തിൻ്റെ ശക്തിയുടെ ഏകാധിപതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം സ്വന്തം ജനതയെ ഭീതിയുടെ നിഴലിൽ നിർത്തി താൻ പറയുന്ന കാര്യങ്ങൾ അനുസരിപ്പിക്കുക എന്നുള്ളതാണ്. അനുസരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക എന്നുള്ളതല്ല. താൻ പറയുന്ന തെറ്റായ കാര്യങ്ങളെപ്പോലും അംഗീകരിപ്പിക്കാനും അതിനനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കാനും ഇവറ്റകളെ കൊണ്ടുനടക്കും. ഇപ്പം ഇത് തന്നെയാണ് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായിട്ടുള്ള സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ ഉന്നയിച്ച ആശങ്ക എന്ന് പറയുന്നത്. ഇപ്പൊ കൽപ്പറ്റ നാരായണ മാഷെ പോലുള്ള ആളുകൾ ഉന്നയിച്ച ആശങ്ക എന്ന് പറയുന്നത് MN വിജയൻ MN വിജയൻ തുടങ്ങി പണ്ട് കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു. സച്ചിദാനന്ദനെ എത്ര പേർക്ക് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ കൗണ്ടർ ചെയ്യുന്നത്. പക്ഷെ അവർ ഉന്നയിച്ചത് ഇത് തന്നെയാണ്. വീണ്ടും LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജനാധിപത്യം ഇല്ലാതാകും. ഒരു ഫാസിസ്റ്റ് കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറും. കൂടുതൽ ഇപ്പം മമ്മൂട്ടിയെ ആക്രമിച്ചു. മഹാനായിട്ടുള്ള മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ അദ്ദേഹം ഒരു അഭിപ്രായം ഉന്നയിച്ചപ്പോൾ ഇത് കേരളത്തിൻ്റെ സോഷ്യൽ ക്യാപിറ്റലാണെന്ന് പറഞ്ഞപ്പോൾ വയനാട്ടിൽ നടത്തിയ ഈ പുനരധിവാസ പ്രവർത്തനം അത് LDFൻ്റെ മാത്രമല്ല, LDFൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, അത് കേരളത്തിൻ്റെ സോഷ്യൽ ക്യാപിറ്റലിൽ നിന്ന് നിങ്ങൾ എടുത്ത് ചെലവാക്കിയ പണമാണ് എന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് സംഭവം ഉന്നയിച്ചതിൻ്റെ പുറത്ത് ഇദ്ദേഹത്തെ വ്യാപകമായിട്ട് ആക്രമിച്ചു. ഈ പ്രവണത എവിടെ നിന്ന് രൂപപ്പെടുന്നു? ഇപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും തികഞ്ഞ ഫാസിസ്റ്റ് പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ പറയേണ്ടി വരിക? ഒറ്റ ഫാസിസ്റ്റ് പാർട്ടിയുള്ളൂ. ഇപ്പം കാര്യം നമ്മൾ BJPയോട് ഒത്തിരി ആശയപരമായ വ്യത്യാസമുണ്ട്, അവരുടെ സംഘടനാപരമായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ BJPയിൽ K. സുരേന്ദ്രനെ പറ്റി എന്തുമാത്രം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ശോഭാ സുരേന്ദ്രനെതിരായിട്ട് കെ സുരേന്ദ്രൻ ഗ്രൂപ്പ് എന്തുമാത്രം കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനം വ്യക്തികളെക്കുറിച്ചോ നയപരിപാടികളെക്കുറിച്ചോ CPM-ൽ ഉണ്ടാകില്ല. ഇപ്പോൾ CPM-ൻ്റെ കണ്ണൂർ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കിനെ ചിന്താജറവിനെ തീരുമാനിച്ചെന്നിരിക്കട്ടെ, ഒരു എതിർശബ്ദം ഉണ്ടാവുമോ? ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ശൈലജ ടീച്ചറെ 60,000-ലും 69,000-ലും ഭൂരിപക്ഷം, ആ ശൈലജ ടീച്ചറെ സ്വന്തം തട്ടകത്തിൽ നിന്ന് മാറ്റി മറ്റൊരു കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച സണ്ണി ജോസഫിൻ്റെ ടിക്കറ്റിലേക്ക് പേരാവൂരിലേക്ക് മാറ്റുമ്പോൾ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു സ്വരമെങ്കിലും ആരിൽ നിന്നെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടാകാതെ. അല്ല, ഞാനിതിൽ പറയുന്നത് CPM-ൻ്റെ മാത്രമായിട്ട് കുറ്റമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല കേട്ടോ. ഇത് മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു മസ്തിഷ്കത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. DNA ചേഞ്ച്, DNA-യിലുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം അവർക്ക് വിമർശനത്തെ സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു സ്വയം വിമർശനത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കൾ അവരായിരുന്നു. അതിൽ നിന്നാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. കാരണം അധികാരം കിട്ടിയവർ അധികാരം അവൻ്റെ കയ്യിലായി. കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ച പറഞ്ഞു, സ്വയം വിമർശനം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന, ചർച്ച ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മെറ്റീരിയൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇറങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ടോൾസ്റ്റോയിയെക്കുറിച്ച് നമ്മളെല്ലാവരും ചർച്ച ചെയ്യല്ലേ, വിക്ടർ ഹ്യൂഗോയെക്കുറിച്ച് പറയല്ലേ, ഏതെല്ലാം കൃതികൾ ഓരോരുത്തരുണ്ട് അല്ലേ? എന്തേ ഇപ്പോൾ ഇല്ലാതെ വരുന്നത്? അത്തരം സാഹിത്യകാരന്മാരില്ലാതെ വരുന്നത്? ഇത്ര പറയുന്നൊരു സാഹിത്യകാരൻ്റെ പേര് പറയാമോ? എന്താ ഇല്ലാത്ത? കമ്മ്യൂണിസ്റ്റ് രാജ്യം ചൈനയെന്ന് ഇപ്പോൾ പറയാമോ? പക്ഷേ ചൈനീസ് സാഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യമാണ് കൺഫ്യൂഷ്യസിൻ്റെ കാലത്ത്. അവിടുന്ന് ഒന്നും ഇല്ലാത്തൊരു തലച്ചോറ് വരണ്ടു പോയി. സഹാറ മരുഭൂമി പോലെയാണ് സഹാക്കളുടെ തലച്ചോറ്. ഒരു പുൽക്കൊടി പോലും കിളിക്കുകയില്ല. എന്ത് ചെയ്യും? ആഹാരം കഴിക്കാം, തല്ലാം, ആരെങ്കിലും കൊല്ലാം. അതിനപ്പുറത്തേക്ക് അനങ്ങാൻ അവർക്ക് പറ്റാത്ത രീതിയിൽ ഇവരെ കൊണ്ടെത്തിച്ചു. അതിന് പകരം അവരെ തൃപ്തിപ്പെടുത്താൻ കുറേ ബഫൂൺസ്, നമ്മുടെ റഹീമ, സുനിൽ പി ഇളയടം, ഇങ്ങനെ കുറേ ബഫൂൺസിനെ സൃഷ്ടിച്ചു. അവർ പറഞ്ഞ് കേൾക്കുക, കൈയടി, കുറേയധികം സാംസ്കാരിക പ്രവർത്തകർ, എന്നാൽ സംസ്കാരിക നായന്മാരെന്നുള്ള പേരും കിട്ടും. അപ്പോൾ അവർ പ്രസംഗിക്കുന്ന കയ്യിൽ കൈയടിക്കാൻ വേണ്ടി ഈ കുടുംബശ്രീ പ്രവർത്തകരെ എല്ലാം അവിടെ പോയിരുന്നു. മറ്റവർ പറയുമ്പോൾ 5 മിനിറ്റ് തൊട്ട് കൈ അടിച്ചോണം. ഇത് മാത്രമേ ഉള്ളൂ മാർക്സിസ്റ്റ് പാർട്ടിക്ക്, CPM-ൻ്റെ അണികൾക്ക്. അതുകൊണ്ടാണ് സുധാകരൻ്റെ വാക്കുകൾക്ക് ഞാൻ കൊടുക്കുന്ന പ്രാധാന്യം. സ്വയം ഒരു കമ്മ്യൂണിസ്റ്റ് ആകാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്താനുള്ള ശ്രമം. സ്വയം കമ്മ്യൂണിസ്റ്റാണെന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണെന്ന് നമുക്ക് സമ്മതിക്കാൻ അത്ര ആയിട്ടില്ല. എന്നാൽ പോലും എനിക്കൊരു കമ്മ്യൂണിസ്റ്റായി ജീവിച്ചാൽ കൊള്ളാവുന്നുണ്ട്. എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ ജീവിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ അല്ല ജീവിക്കുന്നത് എന്ന് വ്യക്തമായി പറയുകയാണ്. ആ സുധാകരൻ്റെ ശബ്ദം അതെത്ര ദുർബലമായാലും ഈ തെരഞ്ഞെടുപ്പിൽ ആ ദുർബലമായ ശബ്ദം പ്രതിധ്വനിക്കും. ആ പ്രതിധ്വനിയിൽ ആരൊക്കെ ഇല്ലാതാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആ സുധാകരൻ്റെ ശബ്ദത്തെ ഭയപ്പെടുന്നവരാണ് ഇന്നലെ മുദ്രാവാക്യം വിളിക്കാൻ വഴിയിലിറക്കി. ഈ അടിമ പാർട്ടികളുടെ ഏറ്റവും വലിയ ഗുണത പട്ടാളത്തിൻ്റെ പ്രത്യേകത തന്നെ. കമാൻഡർ പറഞ്ഞു കഴിഞ്ഞാൽ വഴി പാകിസ്ഥാനോ അല്ലെങ്കിൽ കൊച്ചു ബംഗ്ലാദേശിനെ വെടിയേക്കാൻ ഓടിപ്പോയി വെടിയും. കമാൻഡർ പറഞ്ഞാൽ ഓർഡർ അനുസരിക്കും. ഇന്നലെ സുധാകരനെതിരായിട്ട് പ്രകടനം നടത്താൻ ഒരു കമാൻഡ് കൊടുത്തു അവിടുത്തെ പാലപ്പുഴയിലെ ലോക്കൽ കമാൻഡർമാർ. ഉടനെ വടിയും കൊട്ടുകൂടിയും ഓടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പാവങ്ങൾക്ക് അറിയാമോ സുധാകരൻ ആരാണെന്ന് അറിയത്തില്ലാത്ത, സുധാകരൻ്റെ മഹത്വം എന്തെന്ന് അറിയത്തില്ലാത്ത കുറേ മനുഷ്യരാണിത്. സുധാകരൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടി അവർക്ക് അറിയത്തില്ല. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ജീവിച്ചിരിക്കുന്ന ആൾ. നമ്മുടെ ഗവൺമെൻറ് മെഷീനറിയിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഏറ്റവും കുറച്ച് ചിലവാക്കിയ മന്ത്രിയാണ്. കടത്തിന്മേൽ കടമായിരുന്ന കാലമുണ്ട്, വീടില്ലാത്ത കാലമുണ്ട്. ആ സമയത്തെല്ലാം അതുപോലെ ഇവിടെ ഒരു മൂന്നനിപ്പോൾ നാട്ടുകയിൽ വീട് പോലും ഇല്ലാത്ത മനുഷ്യനാണ്. വീട് വെച്ച് കൊടുക്കാൻ പലരും തയ്യാറായപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ പാർട്ടി എന്നെ സഹായിച്ചു കൊണ്ടു മാറി നിന്നാണ് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാൻ നോക്കി ശ്രമിച്ച് പരാജയപ്പെടുക മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സാധനത്തെ വിറ്റ് പിണറായി വിജയൻ ചെയ്യുന്ന പോലെ, പിണറായി വിജയൻ്റെ മക്കൾ ചെയ്യുന്ന പോലെ, പിണറായി വിജയൻ്റെ സുഹൃത്തുക്കൾ ചെയ്യുന്ന പോലെ വിറ്റ് കാശുണ്ടാക്കി ജീവിക്കുന്നത് കണ്ടുകൊണ്ട് ആർക്ക് കഴിയേണ്ടി വരുന്നു? തങ്ങളുടെ മുമ്പിൽ കൂടെ ബെൻസ് കാറിലും BMW കാറിലും ഇന്നോവ കാറിലും പോകുന്ന ഏരിയ സെക്രട്ടറിയെയും ബ്രാഞ്ച് സെക്രട്ടറിയെയും ജില്ലാ കമ്മിറ്റി മെമ്പർമാരെയും കാണേണ്ട ഗതികേടിലാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. അതായത് ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാത്തതിൻ്റെ ഒരു പൊട്ടിത്തെറിയാണ് നിലവിലിപ്പോൾ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ അങ്ങനത്തെ ഒരാളാണ്, അതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങി വന്ന ഒരാളാണ്. ജി സുധാകരനെ വേണമെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്ക് കാണാം. ഇപ്പോൾ സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് ഒരു സഖാവിനോട് മറ്റൊരു സഖാവ് ചോദിക്കുമ്പോൾ ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടെന്ന് വിചാരിച്ച് പാർട്ടിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലാണ് പ്രതികരിക്കുന്നത്. പ്രതികരണം അത്രയാണ്. ജി സുധാകരൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ SFIയുടെ ഒരു ജനറൽ ബോഡി യോഗത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ്
ഒരു സഖാവ് മറ്റൊരു സഖാവിനോട് ഒരു സംശയം ചോദിക്കുന്നു, ചൈന എന്തുകൊണ്ട് വിയറ്റ്നാമിനെ ആക്രമിച്ചു? പറയൂ, ഉത്തരം പറയൂ. ഇയാൾ നൽകുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇറങ്ങിപ്പോടാ കഴിവരുടെ മോനെ എന്നാണ്. ഇതാണ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയം. അതുകൊണ്ടാണ് അത് ഈ ആറ്റിറ്റ്യൂഡുകളാണ് ബംഗാളിൽ നിന്ന് ഇറങ്ങിപ്പോടാ കഴിവരുടെ മോൻ എന്ന് പറയുന്നതിന് വരെ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു ഇറങ്ങിപ്പോടാ കഴിവേറി മക്കളെ കമ്മ്യൂണിസ്റ്റുകാർ നമുക്ക് പറയും. ബംഗാളിൽ സംഭവിച്ചത് മടുത്ത് കഴിയുമ്പോൾ ജനം നേരിട്ട് പറയുന്നേ. ഇവിടെയും പറയുന്ന സ്റ്റേജിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതെങ്ങനെ വരുമെന്നറിയത്തില്ല. കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസത്തിൽ മാത്രം മുതലെടുത്ത് മുന്നോട്ട് പോകാമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ട് കൊടുക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്കോ വി ഡി സതീശനോ അല്ല വോട്ട് കൊടുക്കുന്നത്, പിണറായിയുടെ എതിരായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും 4-ാം തീയതി എന്ന് പറയുന്നത് കേരള ജനത പ്രബുദ്ധരാണോ എന്ന് യഥാർത്ഥത്തിൽ തെളിയിക്കേണ്ട ഒരു ദിവസമാണ്. അതോ റഹീമിന്റെ ഡിഗ്രി മേടിച്ച് പാസ്സായവരാണോ, അതോ അടിമകളല്ല ഞങ്ങൾ യഥാർത്ഥത്തിൽ പ്രബുദ്ധരാണ് എന്ന് നമുക്ക് കേരള ജനതയാണോ എന്ന് കാത്തിരുന്ന് കാണാം.